യിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈ കഴിഞ്ഞയാഴ്ച വിദേശത്തുള്ള ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായപ്പോൾ ആ കുടുംബത്തിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് അവൻ പള്ളിയിൽ പോകുകയില്ല, കുർബാനയിൽ സംബന്ധിക്കത്തില്ല. വീട്ടിൽ നിന്നെപ്പോഴും ഇങ്ങനെ മൊബൈലിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണാം. അത് ഹൊറർ ഫിലിമുകളും ഈ കൊലപാതകങ്ങളൊക്കെയുള്ള സിനിമകൾ കാണാനാണ് ഇവനിഷ്ടം. അപ്പോഴിങ്ങനെ മാതാപിതാക്കന്മാർ ഇവനോട് ഇങ്ങനെ പറയുമ്പോൾ ഇവൻ മാതാപിതാക്കന്മാരോട് വയലൻ്റായിട്ട് സംസാരിക്കും. അപ്പോഴിങ്ങനെ മാതാപിതാക്കന്മാർ വല്ലാത്തൊരു വിഷമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൽ വീണ്ടും മാറ്റം വരുവാൻ തുടങ്ങി. ഇവൻ്റെ ഒരു അനിയത്തി കൊച്ചുണ്ട്. ഇവന് എപ്പോഴും ഈ അനിയത്തിയോട് പറയും, ഞാൻ നിന്നെ കൊന്നുകളയും, നിന്നെ ഞാൻ ഭൂമിയിൽ വെച്ചേക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കന്മാർക്ക് ഭയമായി. ഇവരെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ പലരും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പലരും പറഞ്ഞു ഇതൊരു ബന്ധനമാണ്, ഇതിൻ്റെ ഉള്ളിൽ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും പ്രത്യേകിച്ച് സന്ദേശങ്ങളൊന്നും പരിശുദ്ധാത്മാവ് തന്നില്ല. എന്നാൽ ഈ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ മാതാപിതാക്കന്മാർ ഇവനെ ജന്മം കൊടുത്ത ഒരു സമയം ഇവർക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇവർ തീരുമാനിച്ചു, നമ്മൾ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാം, ഈ കുഞ്ഞിനെ വേണ്ട എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്നാൽ അവർ ആ തീരുമാനം മാറ്റി ഈ കുഞ്ഞിന് ജന്മമൊക്കെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരത്തിൽ ഇവൻ കിടന്ന ആ ഒരു സമയത്ത് ഇവരിങ്ങനെ പറയുന്നതും ഇവരിങ്ങനെ ചിന്തിക്കുന്നതും എല്ലാം ഇവന് ഇത് മനസ്സിലാകും. അപ്പോൾ ഇവൻ്റെ വളർച്ച വന്നപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊല്ലണം, അല്ലെങ്കിൽ അനിയത്തിയെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ചിന്ത കടന്നു വരുവാൻ തുടങ്ങി. ഇത് പറയുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ഈ സ്നേഹിതൻ്റെ വൈഫ് ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ദൈവവചനം ഹല്ലേലൂയയും ഇതൊക്കെ ഇങ്ങനെ വയറിൽ ഇങ്ങനെ മൊബൈൽ വെച്ചിങ്ങനെ ഈ കൊച്ചിന് കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഈ കൊച്ച് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ ഹല്ലേലൂയ എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ കൊച്ചു കിടന്ന് കൈ കഴിക്കും. ഭയങ്കര സന്തോഷമാണ്. ഈ ഹല്ലേലൂയ എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആ കൊച്ചിൻ്റെ മുഖത്ത് സന്തോഷം വരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ അപ്പനും അമ്മയും എന്നാൽ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാം അല്ലെ കൊന്നു കളയാം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവൻ്റെ ഉള്ളിലേക്ക് ഒരു മുറിവായിട്ട് കിടന്നപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അനിയത്തിയെ കൊന്നു കളയണം എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ചിന്ത കടന്നു വരുവാൻ തുടങ്ങി. അങ്ങനെ ഈ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരോട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിച്ച് ഈശോയോട് ക്ഷമയൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചൊക്കെ പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തമൊക്കെ കൊണ്ട് കഴുകി ഈ കുഞ്ഞിൻ്റെ ബോധമനസ്സൊക്കെ കഴുകി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞു. എന്തായാലും അവർ കുമ്പസാരത്തിൽ പോയി ഇതൊക്കെ ഏറ്റു പറഞ്ഞു. ഈശോയെ സ്വീകരിച്ചു, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിൻ്റെ തലയിൽ ഈ മാതാപിതാക്കന്മാർ തന്നെ ഉറങ്ങിക്കിടന്നപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം പയ്യെ ഇവൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് മാറ്റം വരുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന മക്കള്, ദൈവത്തിൻ്റെ ദാനമായ മക്കളെ ഒരിക്കലും ഇതുപോലെ കൊന്നുകളയാമെന്നോ അബോർഷൻ ചെയ്ത് കളയാമെന്നോ ഒക്കെ പല മാതാപിതാക്കന്മാരും അല്ലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ ചിലർ വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട, നശിപ്പിച്ച് കളയാമെന്നൊക്കെ സിമ്പിളായിട്ടൊക്കെ പറയുന്ന ഒത്തിരി ദമ്പതിമാരൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അവസ്ഥയിലൂടെ ആരെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിത് പ്രാർത്ഥിച്ചിട്ട് ഇത് സന്ദേശം കിട്ടുന്ന ഇതിനു വേണ്ടി പറയാനൊന്നുമില്ല. കാരണം ഇതുപോലെ അവസ്ഥയിലൂടെ, കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരി മക്കളുടെ സ്വഭാവ വൈകൃതങ്ങളും ഓരോ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. അതുപോലെയൊക്കെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിച്ച് ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ഈ മക്കളിലുള്ള ആന്തരിക മുറിവുകളൊക്കെ സൗഖ്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കെല്ലാം ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. ഓരോ ദമ്പതിമാരെയും ഓരോ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോ വ്യക്തികളെയും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.